മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുകയാണ്. മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രധാനമായും മദ്യ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപിടി വിവാദങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ നിലപാടുകൾക്കെതിരെ ഇക്കാര്യത്തിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം? സുപ്രീം കോടതിയുടെ വിധി, പാതയോരങ്ങളിൽ മദ്യനിരോധനം ഏർപ്പെടുത്തിയ വിധി രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ ഒരു വിധിയാണ്. കാരണം മദ്യവും മയക്കുമരുന്നും മഹാവിപത്തായി മാറിയിരിക്കുകയാണ്. മദ്യം സാമ്പത്തികമായി, ആരോഗ്യപരമായി, എല്ലാ അർത്ഥത്തിലും സമൂഹത്തിന്, മനുഷ്യർക്ക് ഏറ്റവും ദോഷം ചെയ്യുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏത് തിന്മകളും അതിൻ്റെ ഉറവിടം, പ്രഭവസ്ഥാനം മദ്യം തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, സർവ്വ തിന്മകളുടെയും മാതാവാണ് മദ്യം. അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. ജനങ്ങളുടെ ക്ഷേമം വിഭാവനം ചെയ്യുന്ന ജനകീയ സർക്കാരുകൾ സുപ്രീം കോടതി വിധിയെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കേണ്ടതാണ്. നിർഭാഗ്യവശാൽ BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാരാകട്ടെ, CPM നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരാകട്ടെ, എങ്ങനെ സുപ്രീം കോടതി വിധിയെ അട്ടിമറിക്കാം, ഇതെന്തോ ടൂറിസത്തെ പ്രതികൂലമായി ബാധിക്കുന്നു, സംസ്ഥാനത്തിൻ്റെ വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന രീതിയിലുള്ള പ്രത്യക്ഷമായും പരോക്ഷമായിട്ടുള്ള പ്രചരണങ്ങളുമായി പോവുകയാണ്. സാമ്പത്തിക നേട്ടങ്ങൾ സർക്കാരുകൾക്ക് ഇതിൻ്റെ ഫലമായി ഉണ്ടായാലും അതിൻ്റെ 10 മടങ്ങാണ് സാമ്പത്തികമായ നഷ്ടം, മാത്രമല്ല സാമൂഹ്യമായിട്ടുള്ള നഷ്ടം സർക്കാരുകൾക്കുണ്ടാകുന്നത്. അതുകൊണ്ട് ജനക്ഷേമം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരും സാമ്പത്തിക നഷ്ടത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ മദ്യ വിൽപ്പന നിയന്ത്രിക്കുന്നു, നിരോധിക്കുന്നു എന്നതിൻ്റെ പേരിലുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തിൻ്റെ പേരിൽ ഒരിക്കലും വിലപിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. മദ്യം നിരോധിച്ചു അല്ലെങ്കിൽ മദ്യം നിയന്ത്രിച്ചു, ഇതാ ടൂറിസം അപ്പാടെ തകർന്നു. ഇതെല്ലാം മദ്യലോബിയുടെ സംഘടിതമായ ക്യാമ്പയിനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ വേറൊരു പ്രചരണമാണ് മയക്കുമരുന്ന് വർദ്ധിക്കുന്നു എന്നുള്ളത്. മയക്കുമരുന്ന് വർദ്ധിക്കാതിരിക്കാൻ സർക്കാരാണ് നടപടി സ്വീകരിക്കേണ്ടത്. മദ്യം നിയന്ത്രിക്കുന്നതോടൊപ്പം, നിരോധിക്കുന്നതോടൊപ്പം മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. സർക്കാർ മിഷനറിയുടെ പരാജയമാണ് മയക്കുമരുന്ന് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നത്. ഫലപ്രദമായി പ്രവർത്തിച്ചാൽ, ഇച്ഛാശക്തിയോട് പ്രവർത്തിച്ചാൽ മയക്കുമരുന്നൊന്നും കേരളത്തിൽ വ്യാപകമാകാൻ പോകുന്നില്ല. അതൊക്കെ തടയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് സുപ്രീം കോടതി വിധിയെ അട്ടിമറിക്കുക എന്നുള്ളത് മദ്യലോബിയുടെ ലക്ഷ്യമാണ്. അത് അന്തർദേശീയ തലം മുതൽ ഉള്ള മദ്യലോബി അതിനു വേണ്ടിയുള്ള ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ആ ക്യാമ്പയിൻ കേരളത്തിലെ ജനങ്ങളത് ചെറുത്ത് തോൽപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയാം. സംസ്ഥാന സർക്കാരിന് മദ്യനയം വരേണ്ട ഒരു സമയമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കാരണം അവർ നീട്ടിവെച്ചു എന്ന് പറയുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഭയക്കുന്ന എന്തോ ഒന്ന് മദ്യനയത്തിലുണ്ടെന്നുള്ളതിൽ വായിക്കുന്നത് വളരെ വ്യക്തമാണല്ലോ. ഈ സർക്കാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവരുടെ ഒരു പുതിയ മദ്യനയം കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ആ മദ്യനയം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, ജനതാല്പര്യം മാനിച്ചുകൊണ്ടുള്ളതല്ല, അത് മദ്യലോബിക്ക് വേണ്ടിയുള്ള താല്പര്യമാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് സാധാരണക്കാരുടെ, തൊഴിലാളികളുടെ പേരിൽ അധികാരത്തിൽ വരുന്നൊരു സർക്കാർ തൊഴിലാളി താല്പര്യങ്ങൾക്ക് തന്നെ എതിരാണ് മദ്യത്തിൻ്റെ വിൽപ്പന വ്യാപകമാകുന്നത്. പകലന്തിയോളം പണിയെടുത്ത് കൂലി കിട്ടിയാൽ ആ കൂലിയൊക്കെ 600-700 രൂപയുണ്ടെങ്കിൽ അതൊക്കെ മദ്യഷാപ്പുകളിൽ കൊണ്ട് പൊലിക്കുന്ന രീതി, അത് ആ കുടുംബങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം, എന്താ അതിനെക്കുറിച്ച് പറയാത്തെ? പക്ഷെ ഒരു കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് പാതയോരങ്ങളിലെ മദ്യ നിയന്ത്രണം അല്ലെങ്കിൽ നിരോധനം വരുമ്പോൾ കുറേ പേർക്ക് ജോലി നഷ്ടപ്പെടുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതൊരു ഇച്ഛാശക്തിയുള്ള സർക്കാരാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. സർക്കാർ അതിനൊരു ഒരു റീഹാബിലിറ്റേഷൻ പാക്കേജ് കൊണ്ടുവരണം. നമ്മുടെ ബാങ്കിങ് സ്ഥാപനങ്ങളുമായി, സഹകരണ സ്ഥാപനങ്ങളുമായി ചർച്ച ചെയ്ത് ആലോചിച്ച് അങ്ങനെ തൊഴിൽ രഹിതരാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ജീവിതം കണ്ടെത്തുന്നതിന്, ബദൽ മാർഗം കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പുനരധിവാസ പാക്കേജ് തയ്യാറാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലൊന്നും ശ്രമിക്കാതെ ഏക പോംവഴി സുപ്രീം കോടതി വിധിയെ അതിൽ വെള്ളം ചേർക്കുക, അതിനെ അട്ടിമറിക്കുക എന്നുള്ളത് മാത്രമാണ് എന്ന രീതിയിലുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നീക്കം ജനതാല്പര്യത്തെ മാനിക്കുന്നതല്ല. ഏതായാലും ഇവിടെ രാഷ്ട്രീയ വ്യത്യസ്തത ഒരു പ്രശ്നമാകുന്നില്ല. BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരാകട്ടെ, CPM നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരാകട്ടെ, ഈ കാര്യത്തിൽ അവർ ഒരേപോലെ സമാന മനസ്കരായി ചിന്തിക്കുന്നു. ജനങ്ങളെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ ഇരു കൂട്ടരും ഒരേ രീതിയിലാണ്, സമാന മനസ്കരാണ് എന്നുള്ളതിന് ഇതിൽ പരം വേറെ തെളിവെന്താ വേണ്ടത്?